നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അവരെ നമുക്ക് എറേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മാസ്ക് ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു വീഡിയോ ആണെങ്കിലോ ആ വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ ബ്ലർ ചെയ്യാൻ സാധിക്കും? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോയിൽ 3 വ്യക്തിയുണ്ട്. ഈ 3 വ്യക്തിയിൽ ആരെയെങ്കിലും എനിക്ക് ബ്ലർ ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഒരു പോലീസുകാരൊക്കെ കള്ളനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കള്ളനെ കാണുന്ന ആ ഒരു മുഖം മാത്രം ബ്ലർ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് മൊബൈലിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇതുപോലെ ഇപ്പോൾ 2 വ്യക്തിയെ ഞാനിവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മൊബൈലിൽ നിന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ചില വ്യക്തികൾ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വരില്ല. അവർ പറയും നമ്മളെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ അബദ്ധവശാൽ അവർ വീഡിയോയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം നമുക്കിങ്ങനെ മാസ്ക് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ നമ്മുടെ മൊബൈലിൽ ചെയ്യാൻ സാധിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ കാണുന്നത് ഈ ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ കാണിക്കും, വീഡിയോ അതുപോലെ തന്നെ ഇമേജ്. നമുക്കിപ്പോൾ വീഡിയോയുടെ ആ ഒരു ഒബ്ജക്റ്റ് ആണല്ലോ നമുക്ക് ബ്ലർ ചെയ്യേണ്ടത്. വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വൺസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. 3 വ്യക്തികളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൽ ആരെയാണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടത്? അതിവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കാൻ കാണിക്കും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് ആ വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ആദ്യത്തെ ഈ കണ്ണട വെച്ച വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ തന്നെ മുകളിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ഇവിടെ കണ്ടോ, ഇവിടെ ആ ഒരു ഫേസ് എന്ന ഭാഗം അവിടെ തന്നെയാണ് ഇൻബിൽട്ട് ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ലെൻസിൻ്റെ ചിഹ്നത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. 2 ഓപ്ഷൻ ഇവിടെ 2 വ്യക്തിയെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 2 വ്യക്തിയും കാണിക്കുന്നുണ്ട്. എന്നാലും സ്ക്രീനിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ വലിപ്പം നമുക്കൊന്ന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ രൂപത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആ വീഡിയോയുടെ ആദ്യത്തിൽ വെച്ചിട്ട് പ്ലേ ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം വരുന്നിടത്ത് മാത്രം ബ്ലറായിട്ട് വരും. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വീഡിയോ സേവ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലറായിട്ട് തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ വ്യക്തിയും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വ്യക്തി നമുക്ക് ഇവിടെ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് നേരത്തെ ആ ഒരു രണ്ടാമത്തെ വ്യക്തി തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്കിതാ ഇവിടെ വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം? നേരത്തെ പോലെ തന്നെ ഇവിടെ ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു വ്യക്തി ഇതാ താഴെ കാണുന്നുണ്ട്. എന്നാലും മുകളിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഫേസിൽ തിരഞ്ഞെടുത്തിട്ട് അതിന് വലിപ്പം നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കാം. അതിനുശേഷം വീണ്ടും ലെൻസിൻ്റെ ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു വ്യക്തിയും സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ഇവിടെ ആ രണ്ടാമത്തെ വ്യക്തിയുടെ മുഖത്തിലും ഇവിടെ ബ്ലറായിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തിയുടെ മുഖത്തിലും ബ്ലറായിട്ടുണ്ട്. തിരിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ, അതായത് ആ സ്ക്രീനിൽ നിന്ന് ഔട്ടായിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് ആ രണ്ടാമത്തെ വ്യക്തി വരുമ്പോൾ അവിടെ ബ്ലർ ആകുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെയാണല്ലോ നമുക്കത് ബ്ലർ ആകാത്തത്. അവിടെ വീണ്ടും ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫേസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ വലുതായി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ആദ്യം മുതൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ വ്യക്തിയും ആദ്യത്തെ വ്യക്തിയും ഇവിടെ ബ്ലറായിട്ടുണ്ട്. ഓക്കെ, രണ്ടും ക്ലിയർ ആയിട്ട്. മൂന്നാമത്തെ വ്യക്തിക്ക് ബ്ലർ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആരെയാണ് നമുക്ക് ബ്ലറാക്കി വെക്കേണ്ടത്? ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി ആരെങ്കിലും ആ ഒരു ബ്ലറിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കണം. അവിടെ ടച്ച് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു വ്യക്തിയെ അവിടെ നിന്ന് നമുക്ക് ബ്ലറിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നടുവിലുള്ള വ്യക്തി മാത്രമാണ് ഇപ്പോൾ ബ്ലറായിട്ടുള്ളത്. ആദ്യത്തേത് ബ്ലർ അല്ല. ഇനി അത് വീണ്ടും നമുക്ക് ബ്ലർ ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കുക.
എന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലുതായി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെ ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലർ ആയിട്ടുണ്ടാകും. ഓക്കെ, വീണ്ടും നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ആ രണ്ട് വ്യക്തിയും ഇവിടെ ബ്ലർ ആയതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ തന്നെ ആ മുകളിൽ കാണുന്ന ഒരുപാട് ഐക്കണുകൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതാ ഈ ഒരു എക്സ്പോർട്ട് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇത് ഫുള്ളാകുന്നത് വരെ. ഇതാ ഇപ്പോൾ ഏകദേശം 100% ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാം. ഇതാ കണ്ടോ, ആ ഒരു രണ്ട് വ്യക്തി ഇതാ ഇതുപോലെയാണ് ബ്ലറാകുക. ഓക്കെ, നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ഫേസ് തിരിയും മാത്രം അവിടെ ഇല്ല, അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഗാലറിയിൽ ഇതേപോലെ തന്നെ നമുക്ക് കാണാനും സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, രണ്ട് പേരെ നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ മുഖം കാണിക്കേണ്ടാത്ത വ്യക്തികളെ തെരഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു മുഖത്തിന്റെ ഭാഗം മാത്രം ബ്ലർ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.